വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ഈ വാർത്ത ശ്രദ്ധിച്ചോ? ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചും വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കളുടെ സ്കൂൾ ജൂൺ 3 തിങ്കളാഴ്ച തുറക്കുകയാണ്. നമ്മളെല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. മക്കൾക്ക് വേണ്ട യൂണിഫോമുകൾ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ട നോട്ട് ബുക്കുകൾ, പുസ്തകങ്ങൾ, മറ്റുള്ള പഠന ഉപകരണങ്ങൾ, ബാഗുകൾ തുടങ്ങി എല്ലാ ഒരുക്കങ്ങളും നമ്മൾ നടത്തി സ്കൂളിങ്ങനെ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. 5 വയസ്സ് തികഞ്ഞ മക്കൾ ആദ്യമായി ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. നമുക്കറിയാലോ, കേരളത്തിൽ ഒരുപാട് വിദ്യാലയങ്ങളുണ്ട്. അതിൽ സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്ന ഗവൺമെന്റ് സ്കൂളുകളുണ്ട്, എയ്ഡഡ് സ്കൂളുകളുണ്ട്. അഥവാ മാനേജ്മെന്റിന്റെ നിയന്ത്രണത്തിലായി സർക്കാരുകൾ ശമ്പളം കൊടുത്ത് അങ്ങനെ നോക്കുന്ന എയ്ഡഡ് സ്കൂളുകളുണ്ട്. രണ്ടുമല്ലാത്ത പ്രൈവറ്റ് സ്കൂളുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. കേരള സിലബസ് അല്ലാത്ത CBSE സിലബസിൽ നടക്കുന്ന സ്കൂളുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് വിദ്യാലയങ്ങളും കലാലയങ്ങളും സ്ഥാപനങ്ങളും ഈ കൊച്ചു കേരളത്തിൽ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറ, വിശിഷ്യ 2024 ഈ കാലഘട്ടത്തിലെ തലമുറ ഫുൾ അപ്ഡേറ്റ് ആണ്. വിദ്യാർത്ഥികളും മറ്റുള്ള ആളുകളും മുഴുവനും വിദ്യാസമ്പന്നരാണ്. ഇന്നത്തെ സമൂഹത്തിൽ വിദ്യ ഇല്ലാതെ ജീവിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. വിദ്യാഭ്യാസം നേടിയ ആളുകളാണ് ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഏകദേശം 3 കോടിയിലധികം ജനങ്ങൾ വരുന്ന ഈ കേരളത്തിൽ ഇന്ന് എഴുതാനും വായിക്കാനും അറിയാത്തവരായി ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു നേട്ടം കൈവരിച്ചു, എന്തുകൊണ്ട് ഈ ഒരു വലിയ വിപ്ലവം നമ്മൾ നേടിയെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ കലാലയങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇതിനൊരു പങ്കുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന രീതിയും എല്ലാം വ്യത്യസ്തവും വിഭിന്നവുമാണ്. അതുകൊണ്ട് തന്നെ മൂല്യവത്തായ വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് കഴിയുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വിദ്യ അഭ്യസിക്കാനാണ് കലാലയങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ അവർ വിദ്യയല്ലാത്ത, വിജ്ഞാനമല്ലാത്ത, അറിവല്ലാത്ത മറ്റെന്തൊക്കെയോ അഭ്യസിക്കുന്നു എന്ന് നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു രക്ഷിതാവിൻ്റെ മനസ്സിനെയും താളം തെറ്റിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചും വളരെ വിഷമം ജനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മുടെ ചുറ്റുഭാഗം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ്? പത്രമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളോടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യം. ചെറുപ്പക്കാരായ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ തലങ്ങൾ പോലും എത്താത്ത മക്കൾ, 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്നു. വളരെ വേദനാജനകമായ ഒരു യാഥാർത്ഥ്യം. നമ്മൾ അത് പറയാതിരിക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നിങ്ങളെ വാർത്ത ശ്രദ്ധിച്ചോ? എത്രയോ സ്കൂളുകൾ കേന്ദ്രമാക്കി ലഹരി മാഫിയകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇന്റർനെറ്റ് യുഗമാണ്. നമുക്കറിയാലോ, നമ്മൾ പലപ്പോഴും നമ്മൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പല പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു യാത്രയോ പോയി വന്ന് ഭക്ഷണം തയ്യാറാക്കാനുള്ള ഒരു മനസ്സോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സൗകര്യമോ ഇല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ വഴി ഭക്ഷണം ഓർഡർ ചെയ്യുന്നു. ഭക്ഷണ ഡെലിവറി പോയി നമുക്ക് ഭക്ഷണം എത്തിച്ചേരുന്നു. എന്തൊരു സൗകര്യമാണല്ലേ ഇന്റർനെറ്റ് യുഗത്തിൻ്റെ ഒരു സൗകര്യം. പണം അടക്കണമെങ്കിൽ നമുക്ക് പല ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നു. വളരെ സൗകര്യമായ ഒരു കാലഘട്ടം. പക്ഷേ ഈ സൗകര്യം നമുക്ക് തിരിച്ചറിയാകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഇന്റർനെറ്റ് യുഗത്തിൽ ഒരൊറ്റ വിരൽ അല്ലെങ്കിൽ ഒരൊറ്റ ചാറ്റ് കൊണ്ട്, ഒരൊറ്റ മെസ്സേജ് കൊണ്ട് തൻ്റെ കുട്ടിക്ക് വേണ്ട എല്ലാ ലഹരി വസ്തുക്കളും അവൻ്റെ അടുക്കൽ എത്തിക്കുന്ന ഒരു കാലഘട്ടം.
ഭക്ഷണം എത്തുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ള പ്രൊഡക്റ്റുകൾ എത്തുന്നത് പോലെ അവൻ പിന്നെ ഇന്റർനെറ്റിൽ ഓർഡർ ചെയ്തുകൊണ്ട് മദ്യവും മയക്കുമരുന്നും മറ്റുള്ള ലഹരി വസ്തുക്കളും അവൻ്റെ ബാഗിലേക്ക് വരുന്ന ഒരു കാലം നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യുക. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എങ്ങോട്ടാണ് പോകുന്നത്, അവരെന്താണ് കാണുന്നത്, അവരെന്തൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ളൊരു ശ്രദ്ധ നമുക്ക് വേണം. ഓരോ ദിവസവും തൻ്റെ കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോൾ, അതാണാവട്ടെ പെണ്ണാവട്ടെ, അവരുടെ അല്ലെങ്കിൽ അവളുടെ ആ ബാഗ് ഒന്ന് പരിശോധിക്കാനുള്ള ഒരു സമയമെങ്കിലും നമ്മൾ ഈ സമയത്ത് കണ്ടെത്തണം. കാരണം സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നുള്ളൊരു ചൊല്ല് നമ്മൾ പലപ്പോഴും കേട്ടവരാണ്. അതിനൊരുപാട് അർത്ഥമുണ്ട്. നമ്മളിപ്പോൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല. നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇന്ന് ലഹരിക്കടിമയാണ്. എന്താണ് ഈ ലഹരി, എങ്ങനെയാണ് ഈ മാഫിയകൾ വിൽക്കുന്നത്? പണ്ടത്തെ പോലെ പാക്കറ്റുകളായിട്ടല്ല, മിഠായികളായിട്ട്, മറ്റുള്ള ചുയിങ്കം അടക്കം ചുയിങ്കങ്ങളിലൂടെ, അതുപോലെ മറ്റുള്ള മിഠായികളിലൂടെ, അതുപോലെ പിന്നെ മറ്റുള്ള പല പല അവർക്ക് പിന്നെ ആകർഷണീയമായ രീതിയിൽ കാണിക്കുന്ന പാക്കറ്റുകളിലൂടെ, ഉപ്പിൻ്റെയും പഞ്ചസാരയുടെയും രൂപത്തിലുള്ള ചെറിയ ചെറിയ തരികളിലുള്ള അങ്ങനത്തെ പ്രൊഡക്റ്റിലൂടെ ഇങ്ങനെ ഒരു കുട്ടിയെ എത്രത്തോളം ആകർഷിക്കാൻ പറ്റുന്നു ആ രീതിയിലെല്ലാം അവരിന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാഫിയകൾ. ഏതൊരു കുട്ടിയും മിഠായി വാങ്ങുന്നവരാണ്. ആ മിഠായിയിലൂടെ അവൻ ലഹരി നുണയുകയാണ്. ആ ലഹരി നുണഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് വളരെ ആസ്വാദനം കിട്ടുകയാണ്. ആ ആസ്വാദത്തിന് പിറകെ പോയി ആ മിഠായി വീണ്ടും വീണ്ടും വാങ്ങിക്കണിക്കാനുള്ള ഒരു ആർത്തിയും ഒരു ആഗ്രഹവും അവൻ പ്രകടിപ്പിക്കുകയാണ്. അവൻ അറിയുന്നില്ല ഇത് ലഹരിയാണെന്ന്. ശേഷം അവൻ അറിയുന്നു ലഹരിയാണെന്ന്. പിന്നെ അതിൽ നിന്നും പിന്മാറാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ അവൻ ലഹരിക്കടിറ്റായി പോകുന്നു. പഠനങ്ങൾ പറയുന്നത് ചില പ്രൊഡക്റ്റുകൾ, ചില ഇന്റർനാഷണൽ കടന്ന് ചില രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ലഹരികൾ 10 മണിക്കൂർ വരെ അതിൻ്റെ പവർ കിട്ടുമെന്നൊക്കെ പത്രമാധ്യമങ്ങൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ചെറിയ മുട്ടായി രൂപത്തിലാണോ, ചെറിയ ചുയിങ്കം രൂപത്തിലാണോ? പ്രിയപ്പെട്ട മക്കൾ, എന്താണ് നീ കഴിക്കുന്നത്? ഞാൻ ചുയിങ്കമാണ് കഴിക്കുന്നത് എന്നൊരു മറുപടി പറയുമ്പോൾ ആ ചുയിങ്കം ഒരു പക്ഷേ ലഹരിയാവാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട മക്കൾ, അവർ പുകവലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കലാലയങ്ങളിൽ +2 ഡിഗ്രിക്കും പഠിക്കുന്ന മക്കൾ അവർ പുകയിലെയും മറ്റുള്ള പാൻമസാലകളും മറ്റുള്ള ലഹരി വസ്തുക്കളും ഉപയോഗിച്ച് അവരുടെ ആരോഗ്യത്തെയും അവരുടെ സമ്പത്തിനെയും അവരുടെ സമയത്തെയും കാർന്നു തിന്നുകയാണ്. അവർ പിന്നെ വെറുതെ കളയുകയാണ്. സമ്പത്തും അവൻ്റെ ആരോഗ്യമൊക്കെ അവൻ കളയുകയാണ്. ലഹരി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കും, നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കും, നമ്മുടെ എല്ലാം നശിപ്പിക്കും. അവസാനം നമ്മുടെ ജീവൻ വരെ ആ ലഹരി നമ്മെ നശിപ്പിക്കും. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പ്രത്യേകം പറഞ്ഞത്, നിങ്ങൾ കള്ളു കുടിക്കാൻ പാടില്ല, നിങ്ങൾ ലഹരി ഉപയോഗിക്കാൻ പാടില്ല, അത് നിങ്ങൾ നശിപ്പിച്ചു കളയുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞത് അൽ-ഖബൂൽ ഖബായിസ് എന്നാണ്. സകല തിന്മയുടെയും മാതാവ് അഥവാ സകല തിന്മയും ഉടലെടുക്കുന്നത് അത് കള്ളിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മറ്റുള്ള ലഹരി പദാർത്ഥത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ പറയുന്നത്, സ്കൂളുകൾ തുറക്കുകയാണ്, മക്കൾ പഠിക്കട്ടെ, മക്കൾ വളരട്ടെ. എപ്പോഴും അവരുടെ മേലൊരു ശ്രദ്ധ നമുക്ക് വേണം. അവരെന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് വേണം. അവരെവിടൊക്കെയാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരം നമുക്ക് വേണം. അവൾ സ്കൂളിലേക്ക് എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ സ്കൂൾ വിട്ട് നേരെ വീട്ടിലേക്കാണോ വരുന്നത് എന്നതിനെ കുറിച്ചുള്ള എല്ലാവിധ ഒരു നേർചിത്രം നമുക്ക് വേണം. നാഥൻ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കട്ടെ. എല്ലാവരും നന്നായി പഠിക്കുക, നല്ല ഭാവിയുള്ള മക്കളാവുക. ഓൾ ദ ബെസ്റ്റ്. See you at the top. Assalamu alaikum warahmatullah.